ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ കുക്കിംഗ് ആണ്. പഴയകാല വിഭവമായ എല്ലാവർക്കും ഇഷ്ടമുള്ള കൊഴുക്കട്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതും നീല കളറിലുള്ള വളരെ സോഫ്റ്റായ കൊഴുക്കട്ട. ഇതിനു വേണ്ടി ഞാനൊരു 1/2 കിലോ ശർക്കര പാനിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് തിളയ്ക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ചു. അതിൽ 1 സ്പൂണ് നെയ്യും ഒരു വലിയ തേങ്ങ ചിരവിയതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഇതൊന്ന് ഡ്രൈ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കണം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടി 3 ബൗൾ എടുത്തു വച്ചു. ഇതേ അളവിൽ തന്നെ വെള്ളമെടുത്ത് അതിൽ ശംഖുപുഷ്പം ഇട്ട് തിളപ്പിക്കാനായിട്ട് വച്ചു. പൂവിൻ്റെ നീല കളറൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് അരിച്ചെടുക്കണം. ഈ തിളച്ച വെള്ളം കുറച്ചായി ഒഴിച്ച് കുഴച്ചെടുക്കണം. ഒരുമിച്ചൊഴിച്ച് കുഴയ്ക്കരുത്. അതുപോലെ നല്ല ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം. ഈ ശംഖുപുഷ്പത്തിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ബ്ലൂ ടീക്ക് നല്ല ഡിമാൻഡാണല്ലോ. ഇപ്പം കടകളിലൊക്കെ ബ്ലൂ ടീ വാങ്ങിക്കാൻ കിട്ടും. മാവ് ഒരുവിധം ഒന്ന് കുഴച്ചതിന് ശേഷം കൈകൊണ്ടുകൂടി ഒന്ന് കുഴച്ചാൽ നല്ല സോഫ്റ്റ് ആവും. ഇനി ഇതിനെ നമുക്ക് ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് ഒരു വിരൽ കൊണ്ട് ഒരു കുഴി ഉണ്ടാക്കുക. ഇതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഫില്ലിങ്സ് നിറച്ച ശേഷം മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്യണം. അതിനുശേഷം 2 കൈ ഉപയോഗിച്ച് വീണ്ടും ഒന്ന് ഉരുട്ടി കൊടുക്കണം. ഉരുട്ടുമ്പോൾ ഈ ഫില്ലിങ്സ് പുറത്ത് വരാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ ഓരോ ഉരുളകളിലും ഫില്ലിങ്സ് നിറയ്ക്കുക. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ റൈസിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ചിലരൊക്കെ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ കൊഴുക്കട്ട ഇങ്ങനെ പൊട്ടി അതിൽ നിന്നും ശർക്കരയൊക്കെ ഇങ്ങനെ ഒലിച്ച് വരുന്നത് കാണാം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ശർക്കരയും നെയ്യും തേങ്ങയും ഒക്കെ ഇട്ട് നല്ല ഡ്രൈ ആക്കി എടുത്തത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊരു 10 മിനിറ്റോളം ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വേവിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ നീല കളറിലുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നീല കളർ വേണമെന്നുണ്ടെങ്കിൽ ശംഖുപുഷ്പം കൂടുതൽ ചേർത്താൽ മതി. അപ്പോൾ ഈ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ കുട്ടികളൊക്കെ വളരെ ഇഷ്ടമായിട്ട് കഴിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ബൈ.